ഇവിടെ വന്നിരിക്കണതിന്റെ ഒരു പോസിറ്റിവിറ്റി വേറെ എവിടെ ഇരുന്നാലും കിട്ടില്ല അല്ലേ? അലുവ കഷ്ണം പോലെ വരണല്ലേ, നിലത്തോടെ നടക്കണം വിചാരിച്ചിട്ട് അതിന്റെ മുകളിൽ നിൽക്കത്തിട്ടാ. ആ ദുരൂഹത മനസ്സിലാവണില്ലേ നമുക്ക്? കാശ് ചെലവിനുള്ള പണി ആളുകൾ കൊടുക്കാലോ, നമുക്ക് വരുന്നവര് കൊടുക്കാലോ. ഇവിടെ നമ്മുടെ വീഡിയോ ഒക്കെ കാണണല്ലേ, കൊടുക്കണ്ടല്ലോ. ചക്കട സുവർണകാലം തിരിച്ചു വരുന്നു വിചാരിക്കണു. ബോംബെ നഗരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഓട്ടം, ആരും ശ്രദ്ധിക്കാൻ സമയമില്ല. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ വീടും പരിസരവും ആകെ പുല്ലൊക്കെ ഉയർന്ന് കണ്ട, പുല്ല് വെട്ടുന്ന ടൈമായി. നമ്മുടെ പുല്ല് പരിപാലനത്തിൻ്റെ സമയമായിരിക്കുന്നു. നമ്മൾ കുറേ നാൾ മുമ്പ് പുല്ല് വെട്ടാൻ വന്ന ഇബ്രാഹിം ചേട്ടന് ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള കാര്യം നമുക്കറിയാലോ. സാർ ഇത് കൂർക്കാൻ നാക്കട്ടാ, ഇതാണ് ഞാൻ കൂർക്കാൻ നാക്കാൻ ഇരിക്കുന്ന സ്ഥലം. നല്ല ഇളം വെയിൽ കൊണ്ടിട്ട് കണ്ട, സൂര്യൻ്റെ വെയിലുണ്ടായിരുന്നില്ല, ഇപ്പളാ വന്ന ഇവിടേക്ക്. അതിരുന്ന് ആക്കി ഇവിടെ നിന്ന് നന്നാക്കാം. നല്ല രസം. ഇവിടെ വർത്താൻ പറഞ്ഞിരിക്കുക കേട്ടാ, എൻ്റെ കത്തിയത്. അപ്പൊ അവര് പുല്ല് വെട്ടാൻ വന്നു. അപ്പൊ നമ്മുടെ ഇബ്രാഹിം ചേട്ടൻ്റെ ടീമുകളും പുല്ല് വെട്ടാൻ വന്നവര്. ഇതേണ്ട ഇബ്രാഹിം ചേട്ടൻ ഇതേ ഫോണും പിടിച്ച് നടക്കുന്നത്. വർക്ക് ചെയ്യില്ലേ? കുഴപ്പമൊന്നുമില്ല. ആളെ ഫോട്ടോ ഒക്കെ ചെറുപ്പകാലത്ത് ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഒക്കെ കാണണല്ലേ? പിന്നെ ഞാൻ കാണുന്നുണ്ട്. ലൈക്ക് കൊടുക്കണ്ടല്ലോ. ലൈക്ക് കൊടുക്കണ്ട? അത് കാണണല്ലേ? നമുക്കറിയില്ലേ ലൈക്ക് കൊടുക്കും. അങ്ങനെ കൊടുക്കും, ലൈക്ക് കൊടുക്കും. അപ്പൊ ആള് വെട്ടിക്കോട്ടെ, ഒരു പുല്ല് വെട്ടട്ടെ കേട്ടാ. നമ്മുടെ പുല്ലുവെട്ടല് ഇവിടെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടാ. ഈ ചേച്ചി കംപ്ലീറ്റ് അരി നമ്മുടെ പണ്ടത്തെ ബാണ്ടക്കെട്ടായിട്ട് നമ്മുടെ അവിടെ പോകണം കേട്ടോ. വൃത്തിയായി. നമ്മുടെ ചാർലി ഇമ്രാനും ചാടുന്ന സ്ഥലങ്ങളാണ് ഇത്. ഇതൊക്കെ ഇത്രയ്ക്ക് ഉയരം കെട്ടി, ഇത്രയ്ക്ക് ഉയരം നമ്മുടെ നായ്ക്കൾക്ക്, അതായത് ഒരു വട്ടം ചാടിയ നായ്ക്കൾക്ക് പ്രശ്നമല്ല. തമാശ എന്താണെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് ഹൈറ്റ് ആയിരുന്ന സമയത്ത് അവര് ചാടിയിട്ടേ ഇല്ല. ഇത് കെട്ടിയതിന് ശേഷമാണ് ഇവിടെ നിന്ന് ചാടാൻ തുടങ്ങിയത്. അതുവരെ അവർ ഇതിൽ കൂടെ ചാടിയിട്ടില്ല. അവര് ആ ബാക്കിൽ കൂടെ നമ്മുടെ കുടിലിന്റെ അവിടെ ബാക്കിലേക്കാ ചാടാറ്. ഇതാണ് മനസ്സിലാവാത്ത ഒരു മാനദണ്ഡം. എന്നിട്ട് പറയാ, ആ ദുരൂഹത മനസ്സിലാവണില്ലേ നമുക്ക്? അതെന്താണ് ആ സംഭവം എന്നുള്ളത്. ഇത്ര ഹൈറ്റ് ചെയ്യുന്നപ്പോ സുഖമായിട്ട് ചാടായിരുന്നു. അപ്പൊ അവര് ചാടാൻ ഇതിൽ കൂടെ ശ്രമിച്ചിട്ടേ ഇല്ല. 3 വരി ഇഷ്ടി കെട്ടിയില്ല, 3 വരി ഇഷ്ടി കെട്ടി എന്നിട്ട് ചാടിപ്പോണു. അപ്പോഴാണ് ഇവർക്ക് പ്രചോദനം വന്നത്. ഇനിയിപ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ സിമെന്റ് ഇപ്പൊ ഇങ്ങനെ തേക്കുമല്ലോ, സിമെന്റ് തേക്കുമ്പോ ചിലപ്പോ ഒരു മിനിസം വരുമ്പോ ചിലപ്പോ പിടുത്തം കിട്ടില്ലായിരിക്കും എന്ന് വിചാരിക്കാം. പിന്നെ ഇത് ഈ തിണ്ട് പ്രശ്നമാണ്, ഇതുമ്മ ചവിട്ടിയിട്ടാണ്. അപ്പൊ ഞാൻ പറയുന്നത് സരിതെന്ന കാലത്തൊരു ആശയം പറഞ്ഞുവിട്ടാ. അതായത് ഇവിടെയൊക്കെ നമുക്ക് പച്ചക്കറി വയ്ക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. ഇതിന്റെ മുകളില് ഇങ്ങനെ ഈ മറ്റേ എന്താ പറയാ, ചാല് പാത്തി നമ്മൾ ഷീറ്റ് അടിക്കുമ്പോ ഇങ്ങനെ അടിയിൽ വെക്കണ പാത്തി, പ്ലാസ്റ്റിക്കിന്റെ. പ്ലാസ്റ്റിക് എല്ലാത്തിലൂടെയും നല്ലൊരു മെറ്റീരിയൽ. അത് പരന്ന് ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ ഇരിക്കണത്. ഞാൻ ചോദിക്കാം അതിന് എന്ത് വിലയുണ്ടെന്നേ. അപ്പൊ അത് വെച്ചിട്ട് അതിൽ മണ്ണ് നിറച്ച് അതിവിടെ ഫിറ്റ് ചെയ്തിട്ട് മണ്ണ് നിറച്ചിട്ട് അതിൽ എന്തിട്ടേലും വെച്ചു കൊടുക്കായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് നമ്മളെ കുറേ പേര് ഇങ്ങനെ ഈ സ്ഥലമില്ലാത്തവര്, വീടുകളിൽ സ്ഥലമില്ലാത്തവര്, പച്ചക്കറി കൃഷി വീട്ടിൽ തന്നെ കിട്ടണമെന്ന് ആഗ്രഹമുള്ളവര് ചെയ്യുന്ന പണികളാണ് ഈ മതിലുമേ ഈ പാത്തി മുകളിലല്ല വെക്കുന്നത്. ഈ സൈഡിൽ ഇവിടെ ഇത്രയ്ക്ക് ഇതിൽ അടിച്ച് ഇങ്ങനെ വെക്കും, സ്ക്രൂ ചെയ്ത് മുറുക്കും. എന്നിട്ട് ഇതിലിപ്പോ ഈ ഇവിടുന്നോട്ട് ഇവിടെ വരെ ചീരയാണെങ്കിൽ സ്റ്റെപ്പായിട്ട് 2 സ്റ്റെപ്പായിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ നായകൾക്ക് ചാടാൻ പറ്റില്ല. അതായത് നമുക്ക് 2 മെച്ചുണ്ടാവും. പച്ചക്കറി കൃഷി ചെയ്യാം, അതോടൊപ്പം തന്നെ നായ്ക്കൾ ചാടുകയില്ല. കാശ് ചെലവിനുള്ള പണി കാശ് അവസാനിക്കുമ്പോൾ അത് വെച്ചിട്ട് അല്ല, നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാലോ. അതൊക്കെ തട്ടിമറിച്ചിട്ട് അവര് ചാടിപ്പോന്ന് എനിക്ക് തോന്നണേ. അല്ല അപ്പൊ എന്താ വെച്ചില്ലേ, ഇപ്പൊ ഇവിടെ നല്ല വെയില് കിട്ടുന്ന സ്ഥലമായി മതിലുമേ. നമ്മുടെ വീട്ടിനെ ചക്ക പൊടിയുണ്ട് കണ്ടു കണ്ടാ. ഇതാണ് ഇത് സാധാരണ മറ്റേ കുരുമുളപ്പിച്ചുണ്ടാക്കിയത് നാടൻ പ്ലാവാന്നുകൊണ്ട്. നാടൻ പ്ലാവാണെങ്കിൽ വരെ ചക്ക ഉണ്ടാവേണ്ട സമയമായി. അതെന്നെ പറ്റിച്ചു കൊണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു രീതി കൃഷി ചെയ്യാന്ന് വിചാരിക്കും. അപ്പൊ ചീര വേണമെങ്കിൽ ചീര, ഉള്ളി കൃഷി, എല്ലാ സാധനങ്ങളും നമുക്ക് ഈ മതിലിനോട് ചേർന്നിട്ട് പൊട്ടം വരെ ചെയ്യാൻ പറ്റും. എല്ലാം ചെയ്യാം. പച്ചമുളക്, ഉള്ളി,
അറ്റം വരെ ചെയ്യാം. തേങ്ങയാണ് ഇവിടെ മാത്രം വേണേ കുറച്ച് പിടിപ്പിച്ചിട്ട് ചെയ്ത് നോക്കാം തുടക്കം. ആദ്യം ഒരെണ്ണം ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് അതില് കമ്പോസ്റ്റും ചപ്പ് ചവറ് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കാൻ. അപ്പൊ അങ്ങനത്തെ ഒരു രീതി നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റേ മല്ലിയില പുതിനല അങ്ങനത്തെ ഒക്കെ വെക്കാം. മുളക്, മല്ലിയില, പുതിനല, പിന്നെ ഏതാ ചീരകള്, ഉള്ളി കൃഷി, കൂർക്ക കൃഷി. കൂർക്ക ഇങ്ങനെ ഞാൻ കിടക്കും. എല്ലാം ചെയ്യാം. എന്താ ചെയ്യാൻ പറ്റാത്തത്? അസാധ്യമായി ഒന്നുമില്ല. വേറെ സാധനം നമുക്ക് പറ്റിയ അബദ്ധമാണ് കേട്ടാ. അബദ്ധമല്ല, മതിലെട്ടിപ്പോ അങ്ങോട്ട് പോവാ. അബദ്ധമേ ഉള്ളൂ, പറ്റീന്ന് പറഞ്ഞാ മതി. അപ്പൊ ഇവര് ചൂട്ട പുല്ലുവെട്ടലാണ്. പാടി ഇവിടെ എന്തൊരു ചെയ്യണ്ടെന്ന് ഞാൻ പറയാൻ പോണത്. എന്തിട്ട് പറയാൻ പോണേ? ആ ചേട്ടൻ പുല്ലുവെട്ടുന്നുണ്ട് അവിടെയൊക്കെ. നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാം. അപ്പുറത്താണ് കാര്യങ്ങള്. നമ്മൾ മതിൽ കെട്ടിയപ്പോളേ ഈ സാധനല്ലേ ഇത് ഹൈഡ്രാഞ്ചിയ ഇതിനെ പറയാ ഹെലിക്കോണിയ കംപ്ലീറ്റ് നോക്കിയേ ഒക്കെ ഒടിഞ്ഞു. അപ്പൊ ഇതിനെന്തൊരു ചെയ്യണ്ടേന്നാണ് ഞാൻ ചെയ്യണത്. ഇതിന്റെ വിചാരിക്കുന്നത് കടകടക്കം വെട്ടി കളഞ്ഞിട്ട് അല്ല, അവര് പുല്ല് വെട്ടില് പോന്നിട്ട് അവര് പുല്ല് വന്നിട്ടിപ്പോ ഒരു വരി നിർത്തി ബാക്കിയുള്ള വലിച്ചു കളഞ്ഞോട്ടെ അല്ലേ? ആറ്റത്തുള്ള ഒരു വരി എങ്ങനെ നിർത്തിയിട്ടേ, അല്ലെങ്കിൽ ഇതിങ്ങനെ കേറി 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 ഇങ്ങട് ഇതിപ്പോ അവിടെ നിന്ന് 4 അടി 5 അടി ഇങ്ങടെ എത്തി തുടങ്ങി കേറി ഇവിടേക്ക് എത്തി തുടങ്ങും. അപ്പൊ എന്തൊരു ചെയ്യണ്ടത്? ആ ഒരു ഭാഗത്തുള്ള ഒരു വരി നിർത്തിയിട്ടേ ബാക്കിയൊക്കെ അവരോട് കളഞ്ഞോളാൻ പറയാം. പിന്നെ അവിടെ മറ്റേ സാധനമൊക്കെ ഉണ്ട് വരുന്നുണ്ട്. എന്നിട്ടാണ് മറ്റേ അതിന്റെ പേര് പശുവിന് കൊടുക്കണ സാധനം. ഈ പേര് മറന്നു. അയ്യോ പെരുവിന്റെ ഇലയാണോ? പെരുവില്ല. ആ സാധനം അവിടെയൊക്കെ നിറയുന്നുണ്ട്. അതൊക്കെ വേരടക്കം വലിച്ചു. ഇതെന്തൊരു ചെയ്യണ്ട? ഇതിന്റെ ഇവിടേക്കുള്ളതേ ഇതിങ്ങനെ വലിച്ചാ പോരില്ല. കണ്ടാ ചേട്ടൻ വലിക്കണ്ട. ഞാൻ വലിച്ചാ പോരും. കണ്ടാ ഞാൻ പൊട്ടി പോരില്ല. ഞാൻ ഇപ്പൊ എന്തൊരു ചെയ്യാ? ഏത് ഈ വലിച്ചതാ? അതും പിടിച്ച് നടന്നോ ഭംഗിയാടവര്. അപ്പൊ ഞാൻ പറയുന്നതേ ഫുള്ള് വലിച്ചു കളയാന്ന് അല്ലല്ല, ഇങ്ങനെ ഇത് പെയിന്റ് അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ പച്ചക്കറി അവിടെ ഒന്നും വെക്കണ്ട എന്റെ ചേട്ടാ. അല്ല, നല്ല വെയില അടിപൊളിയിട്ടുണ്ടാവും. അത് ഇഷ്ടംപോലെ അവിടെ ഇപ്പൊ വെക്കുന്നുണ്ട്. പിന്നെ ഇനി ആ ഭാഗത്ത് അവറ്റകള് ചാടനോടത്താൻ വെച്ചാൽ മതി. അല്ലാണ്ട് ഈ മതിലുമ്പോ മുഴുവൻ ആ പാത്തി വാങ്ങിച്ച് പിടിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാശ് എന്തോരം വേണമെന്ന് അറിയൂ. അല്ല, ഞാൻ വലിയ പൈസ ഉണ്ടാവണ തന്നെ സാധനം ഫുള്ള് തിന്ന് കഴിക്കാൻ പറ്റണില്ല. ഉണ്ടായി കിട്ടണ ഇവിടെയൊക്കെ ചെയ്യാലോ. അവിടെയൊക്കെ ഇവിടുന്ന് അവിടെ വരെ ഇങ്ങനെ ചെയ്യാലോ. ആളുകൾക്ക് കൊടുക്കാലോ, നമുക്ക് വരുന്നവർക്ക് കൊടുക്കാലോ. ഇവിടെ വീഡിയോ കാണുന്നവര് നമ്മുടെ വീട്ടിലേക്ക് ഇഷ്ടം പോലെ പേര് വരുന്നതല്ലേ. അപ്പൊ അവർക്ക് കൊടുക്കാലോ പച്ചക്കറി. അത് 2 നേരം നനയ്ക്കേണ്ടി വരും. 2 നേരം നനയ്ക്കുന്നു വേണ്ട. അതിന് മണ്ണെല്ലാം കൂടുതൽ ഉപയോഗിക്കല്. ചകിരിച്ചോറ്, നമ്മുടെ അതിലത്തെ കമ്പോസ്റ്റുകള്, ചപ്പ് ചവറ്, ഇങ്ങനത്തെ സാധനങ്ങളില് വേപ്പിൻ പിണ്ണാക്ക്, തേങ്ങ പിണ്ണാക്ക്, അല്ല കപ്പലണ്ടി പിണ്ണാക്ക്, മറ്റേ സാധനം എല്ലുപൊടി, ഇങ്ങനത്തെ സാധനങ്ങളാണ് ഉപയോഗിച്ചിട്ടാണ് കൃഷി. മണ്ണ് വളരെ തുച്ഛമായി ഉണ്ടാവുള്ളൂ. അപ്പൊ നനയ്ക്കില്ല. അതില് എപ്പോഴും നനവുണ്ടാവും. ഇത് ചെയ്തിട്ടുള്ളതാണ്. അതെ, എന്തായാലും പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു ഭാഗത്ത് അവിടെ മാത്രം അങ്ങനെ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഒരെണ്ണം വെച്ച് നോക്കി നോക്കാം. എന്നിട്ട് നോക്കിയിട്ട് അത് നന്നാവുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത് സക്സസ് ആണെങ്കിൽ മാത്രം പതുക്കെ ഘട്ടമായിട്ട് നമുക്ക് ഇതാക്കാം. പിന്നെ ഇവിടുത്തെ ഒരു ഭംഗിയായിട്ടുള്ള സാധനമാണ് നമ്മുടെ നോക്കിയ പൂവുണ്ടായി തുടങ്ങി. കേട്ടോ, കോഴിക്കോടിന്റെ മുകളിൽ നിറയെ ബോഗൻവില്ല. ഇതിനെന്ത് കളർ റോസ? അത് മജന്ത. ഇത് വെള്ള. അതിന് 2 ഇത് കളർ ഭംഗിയായിട്ടാ. പിന്നെ ഇതിപ്പോ അവര് ഭംഗിയാക്കി തരും കേട്ടോ. അപ്പൊ അവര് വന്ന് അവരിപ്പോ ഇതിപ്പോ വെട്ടി ഭംഗിയാക്കി തരും. എല്ലാം ഭംഗിയാക്കി തരും. ഇപ്പൊ അവര് ഇപ്പൊ ഇങ്ങോട്ട് കിടക്കും. പുല്ല് വെട്ടണവരെ അവര് ചെടികളൊക്കെ നല്ല പ്രൂണിങ് നടത്തി ശരിയാക്കും. ഇതിനും വെട്ടി വെക്കണ്ടല്ലേ? നീ ഇതിന് വെട്ടി വെക്കണ ഈ സാധനത്തിനെ? അതിന് വെട്ടണം. അത് ഹൈറ്റ് അധികം പോണ്ട. അതൊരു ആ ഒരു മതിലിന്റെ അതിന്റെ ഹൈറ്റിൽ തന്നെ കുറച്ച് കേറി നിന്നാ മതി. ഇതിലൊക്കെ നിറയെ പൂവുണ്ടായി വെക്കുന്നതാണ്. ഇപ്പൊ ഇതിലൊക്കെ വെട്ടി ഒതുക്കണ ഒതുക്കും അവര് ഭംഗിയാക്കും. അത് പൂവുണ്ടായി നിക്കണം. അതായത് നമ്മുടെ ഇവിടെ നല്ല രസമായിട്ട് ആകെ പൂക്കളും മയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പൂക്കളുണ്ട് ഇപ്പോഴേ നിറച്ച് പൂക്കൾ തന്നെയാണ് ഇവിടെ വന്നിരിക്കണതിന്റെ ഒരു പോസിറ്റിവിറ്റി വേറെ എവിടെ ഇരുന്നാലും കിട്ടില്ലേ അല്ലേ? ഏറ്റവും രസം ഇവിടെ ഇരിക്കാനാ. നല്ല രസമായി. ഇനി അവര് സൺഡേ മൺഡേ പൂണ്ടാവണില്ല.
അതിപ്പോ പൂവ് അത് ഓരോ ടൈമിലായിരിക്കും പൂക്കളുണ്ടാവുക. ഇനി അവർ ചോറിന് കഴിഞ്ഞിട്ടാണ് അവർ ഇങ്ങോട്ട് കിടക്കുക. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വരാം കേട്ടാ, അവരൊപ്പം ഇങ്ങോട്ട് വരാം. അപ്പൊ നമ്മുടെ ചേട്ടന്മാരിത് ഈ സാധനം വെട്ടണം കേട്ടാ, ഭംഗിയില് ടക്ക് 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 ടക്ക്. അവരെ വെട്ടണ രീതി നോക്കിയേ. ഞാൻ വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാശാവും. ഈ സൈഡ് അലകാൻ പോണം. അങ്ങനെ തന്നെ പോയാൽ മതി കേട്ടോ. ഈ ലെവലിൽ വിട്ട് പോകണ്ട കേട്ടോ. അതന്നെ അത്ര തന്നെ ഉണ്ട്. ഈ മുകളിലാണ് കലകാൻ പോണത്. ഇത് മതിയില്ലേ? നമ്മുടെ പഴയൊരു സാധനം അത്. കേറിന്നോ? അതല്ല വീട്ടില് വീട്ടില അലുവ കഷ്ണം പോലെ വരണല്ലേ? അല്ലെങ്കിൽ കുറച്ചിട്ട് തട്ടിയില്ല വെട്ടി വീണത്. അല്ലെങ്കിൽ അറിയില്ല, അളവറിയില്ല അല്ലേ? ഇങ്ങനെ വരണ ഈ മുകളിലേക്ക് കത്തരം മറിച്ചിട്ട് വെട്ടി കളഞ്ഞോളാം കേട്ടാ. അതന്നെ ഓക്കെ കണ്ട പരിപാടി. ഞാൻ വെട്ടിപ്പോകാം. വെട്ടണം എടുത്ത് കളഞ്ഞോളാം കേട്ടാ. നിലത്തോടെ നടക്കണമെന്ന് വിചാരിച്ചിട്ട് അതിന്റെ മുകളിൽ നിൽക്കുന്നിട്ടാ. അപ്പൊ അവിടെ മാറ്റി വെച്ച് ചെയ്തോളോ. ആഹാ രസായി. ഇതാണ് ഗാർഡനിങ്. നല്ല ഒരു ഭംഗിയുള്ളൊരു കഷ്ണം പോലെയായി. ഇത് കളഞ്ഞോട്ടാ, ഈ തുളസി ഇനി വേണ്ട, ഇത് ഉണങ്ങി. ഇത് വെട്ടി കളയേണ്ടി വരും. നമ്മുടെ വഴിയിൽ നിന്നിട്ടുള്ളൊരു ഭീകര തുളസിയായി മൂത്തു. നല്ല ഭംഗിയില്ലേ? ഞാൻ വിചാരിച്ചു ഇത് ഇങ്ങനെ കാവടി പോലെ ഇങ്ങോട്ട് വലുതായി പോണത് ഭംഗി വിചാരിച്ചു. ഇവർ പറഞ്ഞപ്പോഴാണ്, സരിതയും പറഞ്ഞു ഇങ്ങനെ വെട്ടി നിർത്തുന്നത്, കൈയോടെ വെട്ടി നിർത്തിയാൽ ഭംഗിൻ്റെ ഉള്ളതെന്ന് പറഞ്ഞു. മതിൽ പോലെ. ആ ചേച്ചി പറഞ്ഞു മതിൽ പോലെ ആവണമെന്ന്. ഇങ്ങനെ എടുത്ത് കുത്ത് ചേട്ടാ, അങ്ങനെ ഒറ്റ കുത്ത് അപ്പോൾ ഉറച്ചിരിക്കും മാർക്ക്. ഇതൊക്കെ വെട്ടില്ലേ? അതൊക്കെ ഭംഗിയാക്കില്ലേ? ആകെ കാട് പിടിച്ചേ. അത് വെട്ടി കഴിഞ്ഞാൽ ഭംഗിൻ്റെ അവളേ കണ്ട. ഇവരെയൊക്കെ നോക്കിക്കോളോ എല്ലാവരെയും. ഇതൊക്കെ ഒതുക്കിയോളോ. ഈ തുളസീനെ കളഞ്ഞോ? അത് വേണ്ട, ഉണങ്ങി. അതാണെന്നോ, അത് വെട്ടിന്ന് ഭംഗിയാക്കിക്കോ. ഒരു പ്രൂണിങ് നടത്തിക്കോ ഇങ്ങനെ തുളസി കാട് പോലെ. ഞാൻ ഒരു ഭംഗിയാക്കട്ടെ. നമ്മുടെ പുല്ലുവെട്ടലും കംപ്ലീറ്റും കഴിഞ്ഞ് ഒക്കെ പ്രൂണിങ്ങൊക്കെ നടത്തി കഴിഞ്ഞിട്ട് ആ ചേട്ടന്മാർ പോയി. നമ്മുടെ ഈ കലാത്തിയേരെ വശമൊക്കെ നോക്കിയാൽ എന്തൊരു ഭംഗിയായി നോക്കിയാൽ. എല്ലാം വെട്ടി സരിത പുല്ലിന് നനച്ചു തുടങ്ങിയില്ല. എല്ലാം മേത്തിയാക്കരുത് വെള്ളം കണ്ട. എല്ലാം ഒരേ ലെവലിൽ അവർ വെട്ടി ഒതുക്കി ആവശ്യമില്ലാത്തൊക്കെ കളഞ്ഞു. ഇങ്ങോട്ട് കുറേ ചാഞ്ഞൊക്കെ ഉണ്ടായിരുന്നല്ലോ, പിന്നെ ഇടയിലുള്ളത് അതൊക്കെ അതിൻ്റെയൊക്കെ കടടക്കം കളഞ്ഞു. കുരുടിച്ച പോലെയായി. അത് പൊടിച്ചു വരും, പൊടിച്ചേ ഈ സാധനം പൊന്തി വരും. എല്ലാവരും ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ അന്ന് ചെത്തീരെ ഇത് കുറെ ഒരു 50 എണ്ണത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായെന്ന് അത് കണ്ട, അതിലൊരു 10 എണ്ണം 10-15 എണ്ണം പിടിച്ചിട്ടുണ്ടാവും. പിടിച്ചു കിട്ടിയാലേ നമ്മളത് നനയ്ക്കാനായിട്ട്. ഇതാണ് ഇത് പൂവരിട്ടതല്ലേ, നമ്മൾ നനയ്ക്കാൻ മറന്നു പോയതുകൊണ്ടുള്ളതാണ്. അല്ലാണ്ട് ഒക്കെ പൊടിക്കും, അടിപൊളിയിൽ പൊടിക്കും, ഒക്കെ കൂമ്പുറത്തുണ്ട് നനയ്ക്കാനായിട്ട്. ഇവിടെ പുല്ലിന് നനയ്ക്കണ ദിവസമൊക്കെ നനയ്ക്കാറുണ്ട്. പിന്നെ നമ്മള് കുടിലേക്ക് വരുന്ന ദിവസം നനയ്ക്കും. പിന്നെ ഇപ്പൊ കുറച്ച് ദിവസം ഇല്ലാണ്ടിരുന്നില്ലേ, അപ്പൊ ജഗ്ഗു അതിനൊന്നും നനച്ചിട്ടില്ല ഞാൻ തോന്നുന്നു.
കാരണം ഞാൻ വന്നിട്ട് പിന്നെ ഇപ്പൊ ഇന്നലെ പുല്ലിന് നനയ്ക്കുമ്പോ അതാകെ ഉണങ്ങിയിട്ട് നിന്നോടുന്ന എല്ലാതും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതില് അന്ന് നിറച്ചില്ലേ, മണ്ണ് നിറച്ചത് ചകിരിച്ചോറ് ശരിക്കും കുതിർന്നിട്ടില്ലല്ലോ. എന്തിട്ട് ചകിരിച്ചോറ് കുറവല്ല, ചകിരിച്ചോറ് അപ്പ തന്നെ എടുത്തിട്ട് ചേട്ടൻ ഇടിച്ചു പൊടിച്ച് മണ്ണിന്റെ കൂടെ മിക്സ് ചെയ്യല്ലേ ചെയ്തേ. തലേദിവസമെങ്കിൽ അത് കുതിർന്നിട്ട് നല്ല പൊടിയായിട്ടിരിക്കണം, എന്നിട്ട് മണ്ണുമായിട്ട് മിക്സ് ചെയ്യണം. ഇതിപ്പോ അത് പാറ പോലെ ഇരിക്കണേ അതിന്റെ ഉൾഭാഗം. ആ ചകിരിച്ചോറൊക്കെ അന്ന് കട്ടയിട്ടിരിക്കണില്ലേ, ആ കട്ടയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും. എന്തായാലും പിടിക്കുന്നു മനസ്സിലായി. കുറെ എണ്ണം പിടിച്ച് പൂട്ടു. ഇങ്ങനെ കുത്തി നനയ്ക്കരുത്, ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പരത്തി നനയ്ക്കണ്ട. ദൈവം, എല്ലാ ദിവസവും ഞാനാണ് നനയ്ക്കാറ്. വശത്തേക്ക് വരാറില്ല, എന്നിട്ട് ഇപ്പൊ എന്നെ പഠിപ്പിക്കാൻ വരാം. അത് നനയ്ക്കുന്ന വിധം പറഞ്ഞു തരുന്നേ. ഇതിങ്ങനെ പിടിക്കരി വരല്, അതിന്റെ കടക്കിലേക്ക് വെള്ളം നനയ്ക്കട്ടെ. വരല്ലേ ആ നടുവിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ സാധനം ഇങ്ങനെ പരന്ന് വെള്ളം ഒഴുകും. ഇത് നോക്കി തരുതേ കണ്ട, കുറ്റിച്ചൂല് പോയേക്ക്. ഇതിങ്ങനെ പാടർന്നേ ഇത്രയ്ക്ക് വണ്ടനായില്ലേ. ഇപ്പൊ ഈ സ്ഥലം മുഴുവൻ കവർ ചെയ്ത് ഏരിയ എങ്ങനെയുണ്ട് ആയി. പക്ഷെ അതിന് ഇങ്ങനെ വെട്ടി അവർ ഒതുക്കി. ഇതിന്റെ ഏറ്റവും വലിയൊരു ശത്രുണ്ട്, ഒരു പുഴുണ്ട്, ചൊറിയാമ്പുഴു. ആ പുഴു വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് സെക്കൻഡ് ഉള്ളിൽ ഇല്ലാണ്ടായി പോകും. കാലത്ത് ഇപ്പൊ ഒരു പുഴുവിനെ കണ്ട ഉച്ചയാകുമ്പോഴത്തെ ഇലകൾ കംപ്ലീറ്റ് തിന്നു കഴിഞ്ഞു പുഴു നിറഞ്ഞതുമേ. ചൊറിയാമ്പുഴുവിന് ഭയങ്കര ഇഷ്ടമുള്ള ഇലയാന്ന് തോന്നുന്നു. മൾബറിയുടെ ഒക്കെ ഇല പോലത്തെ ടൈപ്പ് അല്ലേ അല്ല. അപ്പൊ നമ്മള് ഹിറ്റില്ലേ, അന്ന് നമ്മുടെ സോജ എന്ന് പറഞ്ഞ ആ ചേച്ചി, നമ്മുടെ സബ്സ്ക്രൈബർ ഇല്ലേ, SBI ജോലിയുള്ള ആ ചേട്ടൻ. ആ ചേട്ടന്റെ പേരുന്നിട്ടാ ഇൻഷുറൻസിൽ SBI അവർ രണ്ടുപേരും വന്ന ദിവസമാണ് നമ്മളിത് കണ്ട. അപ്പൊ ആ ചേച്ചിയെ പറഞ്ഞ വേഗം ഹിറ്റ് അടിച്ചു കൊടുത്തോന്നു. അപ്പൊ ഹിറ്റ് അടിച്ചു, അവറ്റകളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു വീണു അങ്ങനെ. പിന്നെ നമ്മുടെ നാംഡോക്ക് മെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള മാവില്ലേ, നാംഡോക്ക് മെയിൻ, അതാണത്. കണ്ട പേര് കണ്ട നോക്കിയേ, നോക്കിയേ നാംഡോക്ക് മെയിൻ മാങ്കോ കണ്ട, നാംഡോക്ക് മെയിൻ മാങ്കോ. ഇത് കണ്ട ഇത്രയ്ക്ക് വലിപ്പായി. ഇത് ഇവിടെ തൊട്ടിട്ട് പുതിയതായിട്ട് കൂമ്പെടുത്താണ്. ഇവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ ഉയരം. ഇതാണ് നമ്മുടെ ഇപ്പം തന്നിട്ടുള്ളത് മിഥുൻ തന്നിട്ടുള്ള മാവുകളാണ്. ഇതൊരെണ്ണം. ഞാൻ ഇത് വെട്ടിയില്ലല്ലോ, ഭയങ്കര ഹൈറ്റ് പോയില്ലോ. അത് അവര് വെട്ടണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ അത് നമ്മള് വെട്ടിയാ മതി പറഞ്ഞു. അതില് കുറച്ചും കൂടി ആയിട്ട് കഴിഞ്ഞിട്ട് മതി പറഞ്ഞിട്ട്. ഇത് മിഥുൻ തന്നിട്ടുള്ള മറ്റേ വേറൊരു മാവൻ തയ്യാണ്. ഇതേതെന്നറിയോ, ഇത് എന്നിട്ട് പേരുണ്ടല്ലോ, പേര് മാഞ്ഞു പോയില്ല. മാഞ്ഞു പോയില്ല പേര്. എനിക്ക് ചേട്ടന് കാണില്ല. കാലാപ്പാടി ഇത് കാലാപ്പാടി. ഇതിന്റെ ഇത് കാണാനില്ല. ഇത് മറ്റേ ഇതാന്ന് തോന്നുന്നു, സിന്ദൂര. ഇത് പിന്നെ ഇത് ഒരു മോരടിച്ച ടൈപ്പിലാണ്, പക്ഷെ വലുതാവുന്ന വിചാരിക്കുന്നു. ഇപ്പൊ അത് ഇപ്പൊ കൂമ്പെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ കടയ്ക്ക് കുളമ്പുണ്ടായിരുന്നു ഒരെണ്ണം, അതാണ് കുളമ്പ്. അതുകൊണ്ട് അപ്പൊ ഇതിന്റെ കടക്കിലൊക്കെ ഇനി ഞാൻ കളയ്ക്കാൻ പോവാണ്, തടം കോരാൻ പോവാണ്. തടം കോരിയിട്ട് ഒക്കെ ഇതാ ചെയ്യാൻ പോവാ, വെള്ളം നനയ്ക്കാനായിട്ട്. ശരിക്കും ഇപ്പൊ പുല്ല് കട്ട കുത്തി കിടക്കല്ലേ, എല്ലാത്തിനും വളപ്പിടില്ല. ഇപ്പൊ വളട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാവില്ലോ, എന്താ പറയാ, കടുത്ത വേനലല്ലേ വരുന്നത്. ഈ വളം ചെയ്യുന്നത് ജൂൺ മാസം ആ സമയങ്ങളിൽ ചെയ്യാൻ പാടില്ല. നല്ല ഇത് വേണം ഇവർക്കൊക്കെ. പിന്നെ ഇംഗ്ലീഷ് വളം ചെയ്യാണ്ട് നിവർത്തിയില്ല. ഇംഗ്ലീഷ് വളം ചെയ്താലേ എന്തെങ്കിലും കിട്ടുള്ളൂ. പിന്നെ വേറൊരു വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങുക ചരിത. കഴിഞ്ഞ തവണ നമ്മുടെ പ്ലാവുകൾ നമ്മളെ ചതിച്ചുല്ലോ, ഒരു ചക്ക പോലും നമുക്ക് കിട്ടിയില്ല. പക്ഷേ ഇത്തവണ അവർ നമുക്ക് അറിഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇത് നിറയെ ചക്ക പൊടിഞ്ഞു നോക്കാം. ഈ പ്ലാവുമ്പോൾ ഒരു ചക്ക പോലും കിട്ടിയില്ല, എല്ലാം പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ കേട്ടോ. ഇത് കുറച്ചാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുമേ ചക്ക കൂട്ടായിരിക്കും നിറയെ. ഈ സൈഡൊക്കെ നോക്കിയാൽ കേടായി വീണാലും കുഴപ്പമില്ല. ഇതിപ്പോൾ നിറയെ ചക്ക പൊടിഞ്ഞു, നിറയെ കാണാം നമുക്ക്. പിന്നെ ഈ വലിയ പ്ലാവുമ്പോഴും ചക്കകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ ചക്ക ഉണ്ടായിട്ടുണ്ട്, നിറയെ ചക്കയുണ്ട്. നമുക്ക് ഇത്രയും ചക്കൊന്നും ആവശ്യമില്ല, നമുക്ക് വേണമെങ്കിൽ ഒരു 5-10 ചക്കേനെ ആവശ്യമുള്ളൂ. പക്ഷെ ഇഷ്ടം പോലെ ചക്കയുണ്ടായിട്ടുണ്ട്. പണ്ടത്തെ ആ ഇതങ്ങോട്ട് തിരിച്ചു വന്നു. സുവർണകാലം, ചക്കയുടെ സുവർണകാലം തിരിച്ചു വരുന്നു വിചാരിക്കണു. പിന്നെ നമ്മുടെ ചാർലിക്ക് കാലത്ത് പറഞ്ഞൊരു ചാർലിക്ക് ചാടി പോകണമെന്ന്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനി ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞില്ല, ഒരു പട്ടിക്കൂട് ഉണ്ടാക്കുക പകല് പൂട്ടിയിടാന്ന് പറഞ്ഞിട്ട്.
കമന്റ് ഉണ്ട്. അജീഷ്. ആ അപ്പൊ ഞങ്ങൾ ഇന്ന് വിചാരിച്ചു പണ്ട് മുന്നിൽ ചെയ്യുന്ന പോലെ പകല് പൂട്ടിടാനായിട്ട് ചങ്ങലുണ്ട് പൂട്ടിയിടാ. പട്ടികൂട് പണീൻ്റെ ആവശ്യമില്ല, വൈകുന്നേരം ഭരിച്ചിട്ടാ മതിയല്ലോ. വൈകുന്നേരം കാലത്താണ് പ്രശ്നം, എന്നാലും അവർ ഇവിടെ കിടന്നോളും. അപ്പൊ എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടികൂട് പണീൻ്റെ ആവശ്യമില്ല സത്യത്തിൽ. പട്ടികൂട് പണിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാശ് ചെലവ് വെറുതെ ഇതൊന്നുമല്ലോ. പകല് പൂട്ടിട്ട് അപ്പോൾ പകല് ഇതേപ്പോൾ ഇമ്രാനെ പൂട്ടിയിട്ട് വെക്കുക. പകല് ഇമ്രാൻ ചാലിന് പൂട്ടിയിട്ട് വെക്കുക. ഇമ്രാൻ ഏത് അവിടെ കിടക്കുന്നു. ഒരു വട്ടം ചാടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ആ പാലാട്ടണു. ഇമ്രാൻ സുഖം തന്നെയല്ലേടേ? സുഖം തന്നെയാണ്. അവിടെ കിടന്നോട്ടെ, സമാധാനമായിട്ട് കിടന്നോ. ഈ മാങ്ങകൾ കാണിച്ചിട്ടുണ്ടാ? ഇങ്ങോട്ട് അതെ സരിത. ഈ മാവുമ്പോ വേണ്ട മാങ്ങിൻ്റെ ആയിക്കോണത്. ഇത് കാലാപ്പാടിയാണെന്നൊന്നും അറിയില്ല. ഇത് വേണ്ട രണ്ട് വെക്കുമ്പോഴൊക്കെ നല്ല ഓർമ്മയുണ്ടായിരുന്നു, മറന്നുപോയി. ആ ടാഗ് ഒന്നും പൊട്ടിച്ച് കളയാൻ പാടില്ലായിരുന്നു. 2 മാങ്ങകളുണ്ടായി. 2 മാങ്ങകൾ മാത്രല്ല, അതായത് ഇപ്പുറത്ത് മാങ്ങിണ്ടായിരുന്നു. മാങ്ങിൻ്റെ അവിടെ ഉണ്ടോ? ഇത് എപ്പോഴും പൂത്തോണ്ടിരിക്കും, എപ്പോഴും പൂത്തോണ്ടിരിക്കും. ഇതേ മാങ്ങകൾ ഉണ്ടാണ്. ഇത് ആദ്യം ഉണ്ടായത് കേടായിട്ട് കിട്ടിയില്ലേ നമുക്ക് അല്ലേ? നല്ല ടേസ്റ്റുള്ള മാമ്പഴാണിത്. അതുപോലെ ഈ മാവും പൂവുണ്ട്. ഈ മാവിൽ പൂവുണ്ട്, ഇടയിലൊക്കെ പൂവിട്ടുണ്ട്. പക്ഷേ എല്ലാ മാവിനേക്കാളും ടേസ്റ്റ് എല്ലാ മാവിനേക്കാളും ടേസ്റ്റില്ല, മാമ്പഴത്തിനുള്ള ടേസ്റ്റ് നമ്മുടെ തിരുവനന്തപുരക്കാരെ കോട്ടുകോണാണ്. അതാണ് ടേസ്റ്റ് തോന്നുന്നു. അപ്പോൾ കുളമ്പന്ത മോശം? കുളമ്പിനേക്കാളും ടേസ്റ്റ് അതാ എനിക്ക് തോന്നി. അയ്യോ, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മണുമണുന്നെ തിന്നുമ്പോ പറയും ഇതാണ് ലോകത്തിലത്തെ ഏറ്റവും ടേസ്റ്റ് ഉള്ള മാമ്പഴം എന്നാണല്ലോ പറയാറ്. എന്നിട്ടാണ് അവിടെ നിന്ന് കൊറേ ചില്ല പൊട്ടിച്ചു തൊട്ട് വന്ന ചേട്ടൻ ഇവിടെ ഉള്ളതിനൊക്കെ എന്നിട്ട് ബഡ് ചെയ്ത് കൊടുത്തത്. പക്ഷെ പിടിച്ചില്ല, അറിയില്ല. അതുകൊണ്ട് ചെയ്ത് ശരിയാവാണ്ടാവാം. അതിമ എന്തോ ഒരു ഇതാക്കണം എന്നുണ്ടോ, ആലോവേര ജെല്ല അങ്ങനെ എന്തോ ആക്കിയിട്ട് വെക്കണം എന്നുണ്ടോ. വാങ്ങിച്ചോണെന്നാല് ഒരു മാവാണ് ശരിക്കും ഇത് ഉണങ്ങിപ്പോയത്. ഇതിന്റെ പിന്നെ കടക്ക് ഇവിടുന്ന് പിടിക്കുന്നുണ്ട്. കടക്കെന്ന് പിടിക്കണ ചിലപ്പോ മദർ പ്ലാന്റ് മദർ ഇത് ഇവിടെയാ, ഇവിടുന്ന് ഇങ്ങോട്ട് പിടിച്ചോട്ടെ. പക്ഷെ ഇത് ഉണങ്ങിപ്പോയി. പിന്നെ പ്ലാവുമ്മ വിയറ്റ്നാം പേരലിയുമ്പോ ചക്ക വലുതായി തുടങ്ങി. അല്ലേ, ഇത് എത്രയ്ക്ക് വലിപ്പമുള്ളതുണ്ട്. അടിയിലുണ്ട്, അല്ല അടിയിലൊക്കെ ഉണ്ട്. ഇവിടുന്നാണ്ട് അധികം ഉണ്ടായിട്ടില്ല. ഒരാഴ്ച പുറത്തൊക്കെ നോർത്ത് അവിടെ കറങ്ങിയിട്ട് വന്നപ്പോൾ എന്തിട്ട് തോന്നിയത് ചേട്ടന്? എനിക്ക് അറിയില്ല ഇത് പറയാനായിട്ട്. നമ്മള് ഇങ്ങോട്ട് വരുമ്പോഴുള്ള ഒരു സുഖമല്ലേ, നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോഴുള്ള സുഖം. അതായത് വലിയൊരു വൻ നഗരത്തിൽ നിന്ന്, ലോകത്തിലത്തെ ഒരു വലിയൊരു വൻ നഗരത്തിൽ നിന്നാണ് നമ്മൾ ആ തിരക്കുകളും ഇതൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് എത്തുമ്പോഴേ ഇവിടെ കിട്ടുന്നൊരു ശാന്തത, ഒരു ശുദ്ധവായു, അതാണ് മെയിൻ. അവിടെ ഈ നമ്മളുടെ ഫോണിൽ വെതറൊക്കെ വരുമല്ലോ, അപ്പോൾ ആ വെതറിൽ യു വി ഇൻഡെക്സ് കാണിക്കും. അതായത് ഇന്നത്തെ ഇപ്പോൾ UV റേസ് എത്രയുണ്ട്, അപ്പോൾ നമ്മൾ വെയിൽ കൊള്ളാമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സൺബേൺ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇന്ന് എക്സ്ട്രീം UV റേസ് ആണ്, അല്ലെങ്കിൽ UV റേസ് കുറവാണ്, ഹ്യൂമിഡിറ്റി അതൊക്കെ വരില്ലേ. ആ കൂട്ടത്തിൽ AQI വരും, എയർ ക്വാളിറ്റി ഇൻഡെക്സ്. അപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ എൻ്റെ ഫോൺ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ അതിൽ AQI ഒരു 265. സൂറത്തിലോ അതെ, ബോംബെയിലോ അതെ, ഏതാണ്ട് ഒരു 270-260 ഇടയിൽ എയർ ക്വാളിറ്റി. അപ്പോൾ AQI ഭയങ്കര പൂവറാണ് അങ്ങനെ കാണിച്ചു തുടങ്ങേട്ടാ. അപ്പോൾ അതുവരയ്ക്കും ഞാൻ ബാക്കി ഹ്യൂമിഡിറ്റി UV റേസും ടെമ്പറേച്ചർ എത്ര എന്നൊക്കെ നോക്കാറുണ്ടെങ്കിലും ഈ AQI ഞാൻ ഇവിടെ നിന്ന് നോക്കാറില്ലായിരുന്നു. അപ്പോൾ ഞാൻ അയ്യോ നമ്മുടെ നാട്ടിൽ എത്രയായിരുന്നാവോ എന്ന് വിചാരിക്കൂട്ടാ. ഇവിടെ വന്നിട്ട് നമ്മുടെ നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിയ വശം നോക്കിയപ്പോൾ 50 ആ 265. അതായത് അത്രയും മോശമാണ് എയർ, അത്രയും എയറിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ പൊല്യൂഷൻ, ഭയങ്കര പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയറാണ് അവിടെ. നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങി കൊച്ചിയിൽ എത്തിയപ്പോൾ 50, നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ അത് 30. ഇപ്പൊ 30 നിൽക്കണേ. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് എന്തോരം പൊട്ട എയറാണ് അവിടുത്തെ. ശുദ്ധവായു, അത്രയും മലിനമായ വായു അല്ലേ ശ്വസിക്കണേ. നമുക്ക് ചിലപ്പോൾ ഈ ശുദ്ധമായ വായു ശ്വസിച്ച് അവിടേക്ക് വരുന്നിട്ട് അത് ആവുമ്പോൾ പെട്ടെന്ന് അസുഖങ്ങൾ വരുമായിരിക്കും. അവിടെയുള്ളവർക്ക് അത് ശീലമായിട്ടുണ്ടാവും, കുഴപ്പമുണ്ടാവില്ല. ഞാൻ പുറത്തൊക്കെ നടക്കുമ്പോഴൊക്കെ മാസ്ക് വെച്ചിട്ട് തന്നെ നടന്നോടുന്നത്. പിന്നെ മറ്റേ കടകളുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ, കടകളൊക്കെ പിന്നെ എയർ കണ്ടീഷൻ ആയതുകൊണ്ട് കടയിലേക്ക് കയറുമ്പോൾ മാത്രം മാസ്ക് മാറ്റി ഓടുന്നുള്ളൂ. പിന്നെ ബോംബെയിലേക്ക് പോകുമ്പോൾ ഇവിടെ വന്നിട്ട് ബോംബെയിലേക്ക് പോണതിൻ്റെ തലേ ദിവസം എൻ്റെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്തു കേട്ടാ. അതിന് ഇവിടെ പോയിട്ടാണ് കാലത്ത് പോയിട്ട് ചെക്ക് ചെയ്തു. അപ്പോഴേ എത്രയെന്ന് അറിയൂ, 400 അതിന്റെ പേര് 498. അതായത് മാക്സിമത്തിലെത്തി.
മനസ്സിലായ ഷുഗർ ഫാസ്റ്റിങ്ങിലാണ്. ഷുഗർ 300 എത്ര 398 398 എത്ര അതിന്റെ അടുത്തുണ്ട്. അപ്പൊ സരിത പറഞ്ഞു ഈ സാധനം അല്ല, ഞാൻ പറഞ്ഞതല്ല, ആ ലാബിലത്തെ പെൺകുട്ടി ചേട്ടന് റിസൾട്ട് അയക്കണേന് വരെ വിളിച്ചോണ്ടിരിക്കുക ഇടയ്ക്ക്. ഇഷ്ടം കൊണ്ടൊന്നല്ലാണ്ട് വിളിക്കുന്നത്. വിളിച്ചോണ്ടിരിക്കണ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ കാല് തരിപ്പ് വരുന്നുണ്ടോ, കൈ തരിപ്പ് വരുന്നുണ്ടോ, കടപ്പ് വരുന്നുണ്ടോ, കിതപ്പുണ്ടോ, നെഞ്ചുവേന വരുന്നുണ്ടോ, പുറംവേദന വരുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിച്ചോണ്ടിരിക്കുക. അപ്പൊ ഒരു ബ്ലഡ് ടെസ്റ്റ്, അതായത് സാധാരണ കൊടുക്കാറുള്ള സ്ഥലത്തല്ല നമ്മൾ കൊടുത്തത്, വേറൊരു സ്ഥലത്താണ് കമ്പനിപ്പടിയിൽ അവിടെ അവിടെ കൊടുത്തത്. അപ്പോൾ ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇത് റിസൾട്ട് അയച്ചു തരുന്നതിന് വരെ ഇതെന്തിന് ഈ വക കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ നിൽക്കണേന്ന് പറയുന്നുണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. അത് കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വന്നിട്ട് ഞാൻ ഞെട്ടിപ്പോ, ഞാൻ ഒന്നും മിണ്ടിയില്ല. എന്തൊരു പറഞ്ഞാലും കാര്യമൊന്നുമില്ല, ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാലും കാര്യമില്ല. വേറെ വല്ലവരൊക്കെ ആണെങ്കിൽ ആ റിസൾട്ട് കണ്ട് ബോധം കിട്ടി വീണാനെ. ചേട്ടൻ എന്നിട്ട് പറഞ്ഞു ഇത് ആ വേണ്ടി തെറ്റിയതാണ്, എനിക്ക് ഇത്രയ്ക്കൊന്നുമില്ല, കാരണം ഇത്രയ്ക്കധികമൊക്കെ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് പോയി വന്നിട്ട് ടെസ്റ്റ് ചെയ്യാറുള്ള ലാബിൽ തന്നെ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ഒന്നുമില്ല. അപ്പം മൊത്തത്തില് പറയുകയാണെങ്കിൽ ആരോഗ്യത്തിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അന്ന് ഈ ചോദിച്ചത് മറ്റേതല്ലേ, നമ്മുടെ ഈ നാട്ടിൽ വന്നപ്പോ എന്ത് തോന്നിന്നല്ല ചോദിച്ചത്. നാട്ടിൽ വന്നപ്പോ അതിനെ കുറിച്ചിട്ട് തന്നെയല്ല ചേട്ടൻ പറഞ്ഞോടന്നെ. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോ നമ്മള് ചൊവ്വാഴ്ച രാത്രി 11 മണിക്ക് അവിടെ എത്തിയത്, തിങ്കളാഴ്ച ആയപ്പോഴേ പറഞ്ഞോണ്ടിരുന്നത്. അതാ ഞാൻ ചോദിച്ചേ, പറഞ്ഞില്ലേ നമ്മുടെ നാട് എന്തൊരു സുഖല്ലേ, അവിടെയൊക്കെ പോയി ജീവിക്കണം, അവരെ സമ്മതിക്കണം, എന്തൊരു കഷ്ടപ്പാടാ, ജീവിക്കാൻ വേണ്ടിട്ടല്ലേ അവിടെയൊക്കെ ചെന്ന് കിടക്കണേ. എല്ലാവർക്കും ഓട്ടം മാത്രമല്ലോ ഈ ബോംബെ നഗരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഓട്ടം, ആരും ശ്രദ്ധിക്കാൻ സമയമില്ല എല്ലാവർക്കും. പക്ഷെ ഞായറാഴ്ച അവർ നന്നായി ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. അവരൊക്കെ എല്ലാവരും ഫ്രീ ആയിട്ട് അല്ലേ ഞായറാഴ്ച അങ്ങനെ എന്തുകൊണ്ട് എന്തായാലും നന്നായി. അങ്ങനെ നമ്മുടെ ഇവിടെ വന്നിട്ട് പുല്ല് വെട്ടലെങ്കിൽ തേങ്ങി മഴ ചെയ്തിട്ടൊക്കെ കഴിഞ്ഞു. ഇത് പോണേലും മുന്നേ ചെയ്യേണ്ടതായിരുന്നു. അപ്പൊ നമ്മൾ പോവാണ് അതിന്റെ തലേദിവസം അവര് വരാന്ന് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു അന്ന് തിക്കും തിരക്കാ പോവാൻ വേണ്ടിയിട്ടുള്ളതിന്റെ, അപ്പൊ വരണ്ടാന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അവർ ഇന്ന് വന്നേ. ഇനി പുല്ലൊക്കെ ഇനി ശരിയായി വരണം, കുറെ ഭാഗത്തൊക്കെ ഇങ്ങനെ ഉണങ്ങിയ പോലെയൊക്കെ അതിന് നനച്ച് ശരിയാവും. കുറച്ച് വളരേണ്ടി വരും തോന്നുന്നുണ്ട് അല്ലേ, എല്ലുപൊടി എങ്ങാനും പുല്ലിന് വളർന്നുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോണെന്ന് തൃശ്ശൂര് മറ്റേ യുവജനോത്സവം 64ാമത്തെ സംസ്ഥാന കലോത്സവം നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന് പോവാണ്. ഇന്നലെ പോകേണ്ടതായിരുന്നു ഗ്രൂപ്പ് ഡാൻസ്. എനിക്ക് ആ ജയന്തി ചേച്ചി ആ ഡാൻസിനെ കുറിച്ച് വർണ്ണിക്കുന്ന കേട്ടപ്പോഴേ നന്ദനം സിനിമയുടെ സ്റ്റോറിയില്ലേ, അതൊരു ഗ്രൂപ്പ് ഡാൻസ് ആയിട്ട് അവതരിപ്പിച്ചു. അതിനാ ഫസ്റ്റ് കിട്ടിയ തിരുവനന്തപുരത്തുള്ളൊരു സ്കൂളിൽ ഞങ്ങളാ പിള്ളേര്. അപ്പോ അവരെ എനർജി കാണണം, അവരെ ഡാൻസ്, അതിനെ കുറിച്ചിട്ട് ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ട് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് കേട്ടപ്പോ മിസ്സായിപ്പോയി, അതിന് കാണാൻ പറ്റില്ലല്ലോ. ഇനി എന്തിട്ടൊക്കെയാണ് അവളുടെ ഇഷ്ടം പോലെ പരിപാടികളുണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാണ്. അപ്പൊ നമുക്ക് നിർത്താട്ടാ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ. നന്ദി, നമസ്കാരം.